നിർണായകമായ 4 ദിനങ്ങളിലേക്ക് കടക്കുകയാണ് സൗദി അറേബ്യ. അത്ര സുഖത്തിലല്ല സൗദിയുടെ സമ്പദ് രംഗം. തലങ്ങും വിലങ്ങും പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ, അതിലേക്ക് ഫണ്ടുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പല പദ്ധതികളിലും സ്ലോ ഡൌൺ, വരാനിരിക്കുന്ന വൻ കായിക പദ്ധതികൾ, ബജറ്റിലെ ആവശ്യം നികത്താൻ $80 ബാരലിന് എണ്ണവില വേണ്ടിടത്ത് 65 താഴേക്ക് ഇടിയുന്ന എണ്ണവില, പശ്ചിമേഷ്യയിലെ ഗസ ഉൾപ്പെടെ മേഖലയിൽ സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം വേറെയും. ഈ ഒരു സാമ്പത്തിക പശ്ചാത്തലമുണ്ട് ഇപ്പോൾ സൗദിക്ക്. ഇതിനിടയിലായിരുന്നു US പ്രസിഡന്റ് സൗദിയിലെത്തി കൂറ്റൻ കരാറുകൾ ഒപ്പിട്ട് പോയത്. അടുത്ത മാസം സൗദി കിരീടാവകാശി US പോകാനിരിക്കുന്നു. അതിന് മുന്നോടിയായി റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് എത്തുകയാണ്. ഇതിന്റെ 4 ദിനങ്ങൾ സൗദിയുടെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാകുമെന്നത് സംബന്ധിച്ച് ഒരു ചിത്രം നൽകും. എണ്ണയുടെ വില ഇടിവിന് ശേഷം പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് സൗദിയുടെ സമ്പദ് രംഗം. അതിനിടയിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഈ ആഴ്ച റിയാദിൽ നടക്കാനിരിക്കുന്ന ഒരു നിർണായക സാമ്പത്തിക സമ്മേളനത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ പ്രഖ്യാപിക്കും? ഒപ്പം പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ സൗദി നേരത്തെ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുമോ? എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്നും മാറാൻ അധിക വരുമാനം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് സൗദി അറേബ്യ. പക്ഷെ ഇപ്പോഴും സൗദിയുടെ 68% വരുമാനവും അരാംകോ വഴി എണ്ണയിൽ നിന്നാണ്. ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു അപകടം. ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് ഇപ്പോൾ $65 താഴെ എത്തി നിൽക്കുന്നു. രാജ്യത്തെ സാമ്പത്തിക ബജറ്റ് ബാലൻസ് ചെയ്യാൻ, അതായത് വരുമാനവും ചിലവും തുല്യമാക്കാൻ എണ്ണവില ബാരലിന് $80 മുകളിൽ കിട്ടണം. സൗദിയുടെ നിയോം, വൻകിട പദ്ധതികൾ, വൻകിട കായിക പദ്ധതികൾ എന്നിവ കൂടി കണക്കിലെടുക്കുമ്പോൾ ക്രൂഡ് ഓയിൽ വില $85 മുകളിലെങ്കിലും വേണം. ഫലത്തിൽ നിലവിലെ സാഹചര്യം സൗദിയെ കടമെടുപ്പ് വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇതിനാൽ പല പദ്ധതികളുടെയും മുൻഗണനാക്രമം സൗദിയിൽ മാറിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ ചില പദ്ധതികളുടെ പൂർത്തീകരണം വൈകിപ്പിക്കും. അതേസമയം കായിക മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടവർക്ക് ഫണ്ടിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് സാമ്പത്തിക മേഖലയിൽ പല പ്രവാസികളെ ഉൾപ്പെടെ ബാധിച്ചേക്കാം. പദ്ധതികളിൽ സ്ലോ ഡൌൺ വരുമ്പോൾ കമ്പനികൾ പിടിച്ചു നിൽക്കാൻ മാർഗങ്ങൾ നോക്കുമെന്നതാണ് കാരണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ ആഗോള സാമ്പത്തിക ഭീമന്മാർ ഒത്തുചേരുന്നത്. ഈ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ സമ്പദ് രംഗം അടക്കി വാഴുന്ന 30% സഹസ്ര കോടീശ്വരന്മാരുൾപ്പെടെ ഇവിടേക്ക് എത്തും. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യത്തെ FII സമ്മേളനം കൂടിയാണിത്. സൗദിയും US വിവിധ കരാറുകളിൽ നേരത്തെ ഒപ്പിട്ടിരുന്നു. സൗദിയുടെ വൻകിട പദ്ധതികളിലേക്ക് വേണ്ടവിധം നിക്ഷേപകർ നേരത്തെ എത്തിയത് FII വഴിയാണ്. ഇവിടെ വെച്ച് ലോക സാമ്പത്തിക ഭീമന്മാരുമായും രാഷ്ട്ര നേതാക്കളുമായും സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ സജീവമാക്കിയ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡീലിലേക്ക് എത്തും. സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിലുള്ള, പലപ്പോഴും അദ്ദേഹം നേരിട്ടെത്തുന്ന സമ്മേളനം കൂടിയാണിത്. കഴിഞ്ഞ 2 വർഷവും ഗസ ഇസ്രായേൽ ഏറ്റുമുട്ടൽ, ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ, ഖത്തറിലെ ആക്രമണം എന്നിങ്ങനെ വൻ സാമ്പത്തിക ആഘാതം മേഖലയിൽ സൃഷ്ടിച്ച സാഹചര്യമായിരുന്നു. നിക്ഷേപകർക്ക് ഒരിക്കലും സംഘർഷ മേഖലയിൽ പണമിറക്കാൻ സാധിക്കില്ല. ഇതായിരുന്നു മേഖല അനുഭവിച്ച സാമ്പത്തിക പ്രത്യാഘാതം. അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള സമയം കൂടിയാണ് സൗദിക്കിത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ സൗദി ഇതിനു മുൻപ് FII സമ്മേളനം ഉപയോഗിച്ച് തങ്ങളുടെ അതിമോഹ പദ്ധതികൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു. പിന്നാലെ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കരാറുകൾ ഒപ്പിടുകയും ചെയ്തിരുന്നു. ഇത്തവണ അത്തരം കൂടുതൽ കരാറുകൾ സൗദിക്ക് ലഭിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വൻകിട സ്വപ്നങ്ങൾ സൗദിക്ക് വേഗത്തിൽ പൂർത്തിയാക്കാനാകൂ. ഈ വർഷം പങ്കെടുക്കുന്നവരിൽ ബ്ലാക്ക് റോക്കിന്റെ ലാറി ഫിങ്ക്, JP മോർഗന്റെ ജാമി ഡൈമണ്ട്, സിറ്റിയുടെ ജെയിൻ ഫ്രേസർ എന്നിവരുണ്ട്. ചൊവ്വാഴ്ച സൗദി US ബിസിനസ് കൗൺസിലിന്റെ സഹചെയർ ആയി ജെയിൻ ഫ്രേസർ ചുമതലയേറ്റതും കൂടുതൽ സാധ്യതകൾ തെളിയിക്കുന്നു. ഇന്റലിന്റെ ലിബ് ബുട്ടാൻ,
അരാംകോയുടെ അമീൻ നാസർ തുടങ്ങിയ സാങ്കേതിക ഊർജ്ജ മേഖലയിലെ പ്രമുഖരും ഒന്നിച്ചിരിക്കും. ഈ സമ്മേളനം ആഗോള നിക്ഷേപകർ സൗദി സമ്പദ് വ്യവസ്ഥയിൽ വിശ്വാസം പ്രകടിപ്പിക്കുമോ എന്നതിന്റെ പരീക്ഷണ കളം കൂടിയായിരിക്കും. ഫെബ്രുവരിയിൽ മിയാമിയിൽ സൗദി നടത്തിയ FIIയുടെ പതിപ്പിൽ ട്രംപ് നേരിട്ട് പങ്കെടുത്തിരുന്നു. പിന്നാലെ മെയ് മാസത്തിൽ ട്രംപ് സൗദിയിലെത്തി. അന്ന് $600 ബില്യൺ അമേരിക്കയിൽ നിക്ഷേപിക്കാൻ സൗദി കരാർ ഒപ്പിട്ടു. തിരിച്ച് US-ഉം സൗദിയെ സമ്പദ് രംഗത്തെ കരാറുകളിലൂടെയും IT, ശാസ്ത്രവിദ്യകൾ, AI തുടങ്ങിയ മേഖലകളിലൂടെയും സഹായിക്കും. കുറഞ്ഞ എണ്ണവിലയും ബജറ്റ് കമ്മിയും കാരണം സൗദി പല പദ്ധതികളും വൈകുകയോ ചുരുക്കുകയോ ചെയ്തിട്ടുണ്ട്. സൗദിയിലെത്തുന്ന നിക്ഷേപകർക്ക് ഇപ്പോഴും സർക്കാർ ആധിപത്യമുള്ള സമ്പദ് വ്യവസ്ഥ, തീരുമാനമെടുക്കലിലെ അവ്യക്തത, വൈദഗ്ധ്യക്കുറവ്, വൻ ചിലവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സംബന്ധിച്ച് സൗദി നിക്ഷേപ മന്ത്രിയും സംസാരിച്ചേക്കും. 2027 ഏഷ്യൻ കപ്പ്, 2030 വേൾഡ് എക്സ്പോ, 2034 വേൾഡ് കപ്പ് എന്നിവക്കായി സൗദി ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഇതിനായി 15 സ്റ്റേഡിയങ്ങൾ ഫിഫയുടെ മാനദണ്ഡങ്ങളിൽ പണിയണം. അതിൽ 11 പുതിയതാണ്. ഈ ഇവന്റുകളുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും ഇതിനാൽ വേഗത്തിലാക്കേണ്ടതുണ്ട്. നിയോമിലെ സ്കീ റിസോർട്ടായ ട്രോജീന 2029 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ 2033 മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നതായി സൗദി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. റോയിട്ടേഴ്സ് ഉൾപ്പെടെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. 170 കിലോമീറ്റർ നീളമുള്ള ദി ലൈൻ പദ്ധതി 2.4 കിലോമീറ്ററായി ചുരുക്കി ലോകകപ്പ് സ്റ്റേഡിയം ഉൾപ്പെടുത്തിയാകും ആദ്യഘട്ടം പൂർത്തിയാക്കുക. സൗദിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കണം എന്നതാണ്. അത്രയധികം നിക്ഷേപം ഇതിനായി വേണം. ഇതിനായി മന്ത്രിമാരെ വിദേശ കമ്പനികളുമായി ചർച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന സമയത്തിലാണ് സൗദി അറേബ്യ. കുറഞ്ഞ എണ്ണവിലയും വൻ നിക്ഷേപ പ്രതിബദ്ധതകളും സൗദിയുടെ സാമ്പത്തികത്തെ ബാധിക്കുന്നുണ്ട്. 2025 ബജറ്റ് കമ്മി GDPയുടെ 5.3% മാറിയേക്കാമെന്ന വെല്ലുവിളിയും സൗദിക്ക് മുന്നിലുണ്ട്. ഇത് മറികടക്കാനാകുമെന്നാണ് സൗദി ധനമന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകൾ സൗദിയിൽ ഇപ്പോൾ ആഴത്തിൽ ഇടപെടുന്നുണ്ട്. സിറ്റി, ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയ റീജിയണൽ ആസ്ഥാനങ്ങൾ സ്ഥാപിച്ച കമ്പനികൾ സൗദിയിലുണ്ട്. PIF നയിക്കുന്ന സൗദിയുടെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ ഭാഗമായി 2030 പ്രതിവർഷം $100 ബില്യൺ വിദേശ നിക്ഷേപം ആകർഷിക്കുക സൗദിയുടെ ലക്ഷ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ വിദേശ നിക്ഷേപ കരാറുകൾ ഇപ്പോഴും ഊർജ്ജ മേഖലയിലാണ് എന്നതാണ് മറ്റൊരു കൗതുകം. ഈ വെല്ലുവിളിയെല്ലാം നിലനിൽക്കുമ്പോഴും റെഡ് സീ ഗ്ലോബൽ നയിക്കുന്ന ആഡംബര റിസോർട്ടുകൾ സൗദി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. റിയാദിലെ ഖിദ്ദിയയും കിഴക്കൻ പ്രവിശ്യയിലെയും റിയാദിലെയും സ്റ്റേഡിയങ്ങളും നിർമ്മാണം പുരോഗമിക്കുന്നു. പക്ഷേ ഏതെല്ലാം പദ്ധതികളിലേക്ക് പുതുതായി പണമെത്തും, കരാറെത്തും, അതറിയാനുള്ള സമ്മേളനം കൂടിയാണ് 2025 ഒക്ടോബർ 28, അതായത് ചൊവ്വ മുതൽ വ്യാഴം വരെ നടക്കുന്ന FII. 21 രാഷ്ട്ര നേതാക്കളും 1000-ഓളം കോടീശ്വരന്മാരും 8000 പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിനാൽ ഈ സമ്മേളനം സൗദിയുടെ സമ്പദ് രംഗത്ത് നിർണായകമാണ്. സമ്മേളനത്തിന്റെ വിവരങ്ങൾ തത്സമയം എത്തിക്കാൻ മാധ്യമ പങ്കാളിയായി 4ാം തവണയും മീഡിയ വൺ FIIയിലുണ്ടാകും.